ഈശോയിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഒരു ഉയർപ്പിൻ്റെ തിരുനാൾ. ഓശാനയുടെ ഊഷ്മളതയും പെസഹായുടെ ധന്യതയും ദുഃഖവെള്ളിയുടെ നെടുവീർപ്പും കഴിഞ്ഞ് ഇതാ ഉത്ഥാന മഹത്വത്തിൻ്റെ തിരുനാൾ. അതങ്ങനെയാണ്. ഏത് ദുഃഖവെള്ളിയാഴ്ചയ്ക്കപ്പുറവും ഒരു ഉത്ഥാനത്തിൻ്റെ ധന്യതയുണ്ട്. കാരണം പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ചുത്ഥിതനായ നമ്മുടെ ഈശോ, ആ ഈശോ നമ്മോട് പറയുന്ന സ്നേഹ വചനങ്ങൾ അത് തന്നെയാണ്. ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതേ പ്രിയരെ, ആ ദുഃഖം സന്തോഷമായി മാറുന്ന സ്നേഹ സന്ദേശമല്ലേ ദുഃഖവെള്ളിക്കപ്പുറയുള്ള ഈ ഉത്ഥാന ദിനം. നമ്മൾ ഒന്നുചേരുകയാണ് ഹൃദയപൂർവ്വം ആ ഉത്ഥാന മഹത്വം ആഘോഷമാക്കാൻ. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ കോതമംഗലം രൂപതയുടെ പ്രത്യേകമായ ഒരു ഗാനക്കൂട്ടായ്മ, സംഗീത കൂട്ടായ്മ, ഹെയിൽ മേരി ബാൻഡ് ഇന്ന് നമ്മോടൊപ്പം, ആ ഗായക സംഘവും ഒപ്പം നമ്മുടെ അഭിവന്ദ്യ പിതാവ് കോതമംഗലം രൂപതയുടെ ഇതാ അധ്യക്ഷനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന അഭിവന്ദ്യ ജോർജ് മടത്തിക്കടത്തിൽ പിതാവ് ഈ കൂട്ടായ്മയിൽ ഒരുമയോടെ, പ്രാർത്ഥനാ ഗീതങ്ങളോടെ, സ്നേഹ സന്ദേശങ്ങളോടെ ഒരുമിച്ച് ചേരുന്നു. നമുക്ക് ഒന്ന് ചേരാം, ഈ ഉത്ഥാന മഹത്വം കൊണ്ടാടാം. അഭിവന്ദ്യ പിതാവേ, ഒത്തിരി സ്നേഹത്തോടെ ഈ ഉത്ഥാന തിരുനാൾ കൊണ്ടാടുമ്പോൾ അങ്ങയുടെ ബാല്യ, കൗമാര, യൗവന വഴിത്താരകളിലും ഈ ഉദാത്തമായ വിളിയുടെ ധന്യതയിലുമൊക്കെ ഈ ഉത്ഥാന തിരുനാളിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് അറിയുന്നത് സന്തോഷമാണ്. ഉയർപ്പ് തിരുനാൾ ചെറുപ്പം മുതലേ സന്തോഷത്തോടു കൂടി കൊണ്ടാടിയിരുന്ന ഒരു തിരുനാളാണ്. കാരണം ദുഃഖവെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കഴിഞ്ഞ് വളരെയേറെ സന്തോഷത്തോടു കൂടി പള്ളിയിൽ വന്ന് കല്ലറയൊക്കെ പൊട്ടിത്തെറിച്ച് ഈശോ ഉത്ഥാനം ചെയ്യുന്നത് കാണുവാനായിട്ട് വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷം സെമിനാരിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ സാധിച്ചു. പിന്നീട് വൈദികനായ ശേഷം ഇടവകളിലൂടെ ആയിരുന്നപ്പോൾ കല്ലറയുണ്ടാക്കുവാനും ഈസ്റ്റർ ആഘോഷിക്കുവാനുമൊക്കെ കുട്ടികളോടൊപ്പം ചേർന്ന് ഈ വലിയ തിരുനാൾ ആഘോഷിക്കുവാൻ ഏറെ സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, സഭയുടെ ഏറ്റവും വലിയ തിരുനാളാണ് ഈസ്റ്റർ. ഈശോ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും പ്രഘോഷണവും ഒക്കെ വ്യർത്ഥമായി പോകുമെന്നുള്ള പൗലോസ്ലീഹായുടെ വാക്കുകൾ എന്നും അനുസ്മരിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകിക്കൊണ്ട്, സന്തോഷം നൽകിക്കൊണ്ട്, സമാധാനം നൽകിക്കൊണ്ട് ഉയർപ്പ് തിരുനാൾ കടന്നു വരുന്നു. ഏവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി പിതാവേ. അതെ, പ്രത്യാശയുടെ തിരുനാളാണല്ലോ ഈസ്റ്റർ. പ്രത്യേകമായി നമുക്കറിയാം, ഈ ജൂബിലി വർഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നേറുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് മുന്നേറാം, നമ്മുടെ ഹൃദയം ഒരുക്കാം. ഒന്ന് ചേർന്ന് പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥൻ ഉയർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനിയിത ഉണർവിൻ്റെ, ഉത്ഥാനത്തിൻ്റെ ദിവ്യപ്രശോഭ തൂകുന്നു. ഒരുമയോടെ ഈ സ്നേഹക്കൂട്ടായ്മയിൽ ഗാനം പാടി കർത്താവിൻ്റെ ഉത്ഥാന മഹത്വം നമുക്കും ആഘോഷിക്കാം. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു,
മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നമ്മൾ ശ്രവിച്ചു, പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. വലിയ ഒരു സന്ദേശമല്ലേ പ്രത്യാശയിലേക്ക് ഹൃദയം ചേർക്കുക എന്ന് തന്നെ. പഴയ കാലങ്ങളിൽ നമ്മുടെ പൂർവികരൊക്കെ ഈ പെസഹായും ഈ ദുഃഖവെള്ളിയും ഈ ഉത്ഥാന മഹത്വവും ഒക്കെ കൊണ്ടാടിയിരുന്നു വിശ്വാസത്തോടെ, പ്രത്യാശയോടെ. ഈ തരുണത്തിൽ പിതാവേ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ പഴയ വിശ്വാസധാരയുടെ ആഴവും നമ്മുടെ പ്രത്യാശയോടെയുള്ള ആ മുന്നേറ്റവും പഴയ കാലങ്ങളിലുള്ള പ്രാർത്ഥന വിശ്വാസ തലങ്ങളെക്കുറിച്ച്, അതുപോലെ ഇന്ന്
ചുറ്റുപാടും കാണുന്നുണ്ടോ? എന്താണ് അങ്ങ് നോക്കിക്കാണുന്നത്? ഒന്ന് അറിയിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം. പഴയ കാലത്തെ പോലെ അതേപടി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. കാലം മാറുന്നതനുസരിച്ച് വിശ്വാസികളുടെ മനോഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നും അനേകം പേര് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവം തങ്ങളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ തങ്ങൾക്കൊന്നുമില്ല എന്ന് കരുതുന്ന ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സെക്യുലറിസം, മെറ്റീരിയലിസം അതിൻ്റെയൊക്കെ സ്വാധീനം യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഏറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികമാണെന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പ്രത്യാശ വച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ആ യാഥാർത്ഥ്യം അനേകർ മനസ്സിലാക്കുന്നുണ്ട്. വെറുതെ ഉദാഹരണം പറഞ്ഞാൽ, കോതമംഗലം രൂപതയിലെ ദിവ്യകാരുണ്യ പ്രയാണം, അതിൽ പങ്കെടുക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം ജനങ്ങൾ ആകാംക്ഷയോടെ വളരെ ആഗ്രഹത്തോടുകൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട്. നിരാശപ്പെടാനുള്ള സാഹചര്യമല്ല ഇവിടെയുള്ളത്. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ഇന്നും അനേകം പേരുണ്ട്. പക്ഷേ പഴയ രീതിയിൽ തന്നെ ഇപ്പോൾ വിശ്വാസ പ്രഘോഷണം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെ അനുഭവം വളർത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ തിരുനാളുകളും ആഘോഷങ്ങളുമൊക്കെ അങ്ങനെ ജനങ്ങളിലേക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുന്ന അവസരമാണ്. വളരെ പ്രത്യേകിച്ച് ഉയർപ്പ് തിരുനാൾ ജനങ്ങൾക്ക് പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവരെ നല്ല വഴിക്ക് നയിക്കുക എന്നുള്ള ദൗത്യം നമുക്കുണ്ട്. അത് ഇതുപോലുള്ള ശുശ്രൂഷകളിലൂടെ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്നേഹമുള്ളവരെ, എത്രയോ ആഴമായ പ്രത്യാശയുടെ വാക്കുകളാണ് അഭിവന്ദ് പിതാവ് നമുക്ക് നൽകിയത്. തീർച്ചയായും ഒരു ദിവ്യകാരുണ്യ പ്രയാണം. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് നല്ലൊരു ചെയ്ത ആ ഈശോ. അതെ, ആ ഈശോയിലേക്ക് നോക്കുവാൻ, പ്രത്യാശയിൽ ഉണരുവാൻ, ഉജ്ജ്വലിച്ച് മുന്നേറുവാൻ, ലോകത്തിൻ്റെ ദീപമായി ഭൂമിയുടെ ഉപ്പായി മുന്നേറുവാനുള്ള സ്നേഹ ആഹ്വാനമാണ് പിതാവ് നൽകുന്നത്. തീർച്ചയായും പ്രത്യാശ നമ്മൾ നിറയട്ടെ. ഉണർവോടെ നമ്മൾ വീണ്ടും ഒന്ന് ചേർന്ന് ആ സ്തോത്രഗീതി പാടി ഈ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുകയാണ്. അടുത്ത ഗാനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. മഹിമയിലുയർത്ത മഹോന്നതൻ, മഹിയിൽ മഹത്വത്തിൻ പ്രഭ ചൊരിഞ്ഞു. മഹിമാസനരായി വചനാമൃതമായി നിത്യരക്ഷയിൻ നിറകുടമായി സ്വർഗ്ഗദൂതർ പ്രഘോഷിച്ചു, യേശു ഇവർ ജീവിക്കുന്നു. ഹല്ലേലൂയ പാടിടാം, തിരുനാമം ഉയർത്തിടാം, ജയഗീതം ഘോഷിക്കാം, ഉണർവോടെ സ്തുതിച്ചിടാം. പുതിയൊരു പുലരിയിൽ നീതി പ്രതിരോധുദയം ചെയ്ത ദിനം സ്വർഗ്ഗദൂതർ പ്രഘോഷിച്ചു.
പ്രഘോഷിച്ചു യേശു എത്തിതാ ജീവിക്കുന്നു. കല്ലറ തകർത്തവൻ മൃത്യു വിജയിച്ച് മാനവർക്കായി പുതുവഴി തുറന്നു. സത്യത്തെ ഉയർത്തിടാൻ നിത്യതയൊരുക്കാൻ കുഞ്ഞാടിനെ പോലവരെത്തിച്ചു. നമ്മെ ബലമുള്ളവരാക്കിടാൻ ബലവാനവനുയർത്തതിനാ ജയമേശുവിനു പാടാം അവനേക രക്ഷകൻ. ഹല്ലേലൂയ 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 പാടിടാം തിരുനാമം ഉയർത്തിടാം ജയഗീതം ഘോഷിക്കാം ഉണർവോടെ സ്തുതിച്ചിടാം. പുതിയൊരു പുലരിയിൽ നീതിയും കതിരോനുദയം ചെയ്തതിനാം സ്വർഗ്ഗദൂതർ പ്രഘോഷിച്ചു യേശു എത്തിതാ ജീവിക്കുന്നു. വെടിഞ്ഞവൻ മണ്ണിതിൽ പിറന്നു ക്രൂശിതനായി മൂന്നാം നാളം ഉയർത്തു. ക്രൂശിലെ മൊഴികളാൽ സ്നേഹത്തെ ഉയർത്തി താഴ്മയും ഭാവം തന്നെ ധരിച്ചു. സാന്നിധ്യമേകി പുതുജീവനും ശക്തിയും നൽകി ജയമേശുവിനു പാടാം അവനേക രക്ഷകൻ. ഹല്ലേലൂയ 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 പാടിടാം തിരുനാമം ഉയർത്തിടാം ജയഗീതം ഘോഷിക്കാം ഉണർവോടെ സ്തുതിച്ചിടാം. പുതിയൊരു പുലരിയിൽ നീതിയും കതിരോനുദയം ചെയ്തതിനാം സ്വർഗ്ഗദൂതർ പ്രഘോഷിച്ചു യേശു എത്തിതാ ജീവിക്കുന്നു. മഹിമയിൽ ഉയർത്ത മഹോന്നതൻ മഹിയിൽ മഹത്വത്തിൻ പ്രഭ ചൊരിഞ്ഞു. മഹിമാസനരായി വചനാമൃതമായി നിത്യരക്ഷയും നിറകുടമായി സ്വർഗ്ഗദൂതർ പ്രഘോഷിച്ചു യേശു എത്തിതാ ജീവിക്കുന്നു. ഹല്ലേലൂയ പാടിടാം തിരുനാമം ഉയർത്തിടാം ജയഗീതം ഘോഷിക്കാം ഉണർവോടെ സ്തുതിച്ചിടാം. പുതിയൊരു പുലരിയിൽ നീതിയും കതിരോനുദയം ചെയ്തതിനാം സ്വർഗ്ഗദൂതർ പ്രഘോഷിച്ചു യേശു എത്തിതാ ജീവിക്കുന്നു. നമ്മൾ ശ്രവിച്ചു, കല്ലറ തകർത്ത് മൂന്നാം നാൾ അവൻ ഉത്ഥിതനായി. ഏത് പ്രതികൂലതയെയും തകർക്കുവാൻ, വിജയ ശ്രീലാളിതരായി മുന്നേറുവാൻ നമുക്ക് കരുത്തും ബലവും നൽകുന്നത് ഈശോയാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറയുന്നത്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. വ്യക്തികളിലേക്കോ സംഭവങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ അല്ല നോക്കേണ്ടത്, അവിടുത്തെ നോക്കുക. അങ്ങനെയെങ്കിൽ പ്രിയരെ, ആ കല്ലറ തകർത്തുത്തനായ വിജയപ്രശോഭ പരത്തിയ ആ ഈശോയെ നോക്കാം. നമ്മുടെ ജീവിതത്തെ മുന്നേറുവാൻ
വിജയശ്രീലാളിതരെ മുന്നേറുവാൻ ഈശോ നമ്മുടെ കരം പിടിക്കുമെന്നല്ലേ ആ ഗാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ തരുണത്തിൽ പിതാവേ, ഇതിൻ്റെ പരിസമാപ്തിയിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളോട്, കൂട്ടായ്മയോട്, ഹൃദയങ്ങളോട് അങ്ങേക്ക് എന്താണ് പുതിയതായി ഉത്ഥാന സന്ദേശം, ഈ ദിവസത്തിന് സന്ദേശം നൽകാനുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയുവാനും അനുഭവിക്കാനും ആഗ്രഹമുണ്ട്. സന്തോഷത്തോടെ. പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 6-ാം അധ്യായം 3-ാം വാക്യം പറയുന്നുണ്ട്, ഈശോയുടെ കൂടി പാപത്തിന് മരിച്ചെങ്കിൽ മാത്രമേ ഈശോയോടൊപ്പം ഉത്ഥാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാപത്തിന് മരിക്കുക എന്നുള്ളതാണ് ഈശോയോടൊപ്പം ജീവിക്കുവാനുള്ള മാർഗമായിട്ട് പൗലോസ്ലീഹ പറയുന്നത്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക്, നമ്മുടെ സുഖലോലുപതയ്ക്ക്, നമ്മുടെ ജീവിത വ്യഗ്രതയ്ക്കൊക്കെ നാം മരിച്ചെങ്കിൽ മാത്രമേ കർത്താവിനോടൊപ്പം ഉത്ഥാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മളെ അടിമപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ അമിതോപയോഗം, സ്വാർത്ഥതയോടുകൂടി മറ്റുള്ളവർക്ക് എന്തും സംഭവിച്ചാലും കുഴപ്പമില്ല, തൻ്റെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ആ ജീവിത സാഹചര്യത്തിൽ മനുഷ്യ ചെയ്യുന്ന പല കാര്യങ്ങൾ, ഇതൊക്കെ മാറ്റി ഇതിനൊക്കെ മരണപ്പെട്ടാൽ മാത്രമേ സന്തോഷത്തോടുകൂടി ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് നിത്യജീവിതം അവകാശമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈശോ നമ്മോടൊപ്പം ജീവിക്കുന്ന ദൈവമാണ്, മരിച്ച ദൈവമല്ല നമ്മുടെ കൂടെ ഉള്ളത്. ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ ജീവിക്കുന്ന ദൈവം ശിഷ്യന്മാർക്ക് പ്രാതലൊരുക്കി കാത്തിരുന്ന ആ സ്നേഹത്തോടുകൂടി നമ്മെ കരുതുന്ന ദൈവമാണ്. എമ്മാവോസിലേക്ക് ശിഷ്യന്മാർക്ക് ധൈര്യവും ശക്തിയും പ്രതീക്ഷയും പകർന്നു കൊടുത്ത ദൈവമാണ്. മറിയത്തെ സ്നേഹത്തോടെ വിളിച്ച് ആശ്വസിപ്പിച്ച് പ്രത്യാശ നൽകിയ ദൈവമാണ്. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. കൂടെയുള്ള ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ മാത്രമേ നിത്യജീവിതത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ ദിവസം, അല്ലെങ്കിൽ ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം. നാം ആരും നിരാശപ്പെടരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം സർവശക്തനാണ്, ലോകരക്ഷകനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് പോകുന്നവർ അസ്വസ്ഥരാകുകയില്ല. അവർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും അനുഭവിക്കുവാൻ സാധിക്കും. ഈ ഉയർപ്പ് തിരുനാൾ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, കൂടെയുള്ളവൻ്റെ കൂടെ നടക്കുവാൻ നമുക്കും ചുവടുകൾ വയ്ക്കാം. പ്രത്യാശയുടെ ദിനം ജീവിതം മുഴുവൻ കൂടെ നടക്കട്ടെ. അനുഭവമാകട്ടെ, അഭിഷേകമാകട്ടെ. പ്രത്യാശയോടെ മുന്നേറാം. പ്രത്യാശയുടെ തീർത്ഥാടകരായി. പിതാവേ, അങ്ങയുടെ ഒരു സ്നേഹാശീർവാദം ഇത് ഈ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാണ്, അഭിഷേകമാണ്. ആയതിനാൽ പ്രാർത്ഥനയോടെ അങ്ങ് ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവദിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹവും കാരുണ്യവും വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയാണല്ലോ. ഇന്നും ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന ഈശോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. ഓരോ വർഷവും ഉയർപ്പ് തിരുനാൾ കടന്നു വരുമ്പോൾ അങ്ങയോടൊപ്പം പാപത്തിന് മരിച്ച് അങ്ങയോടൊപ്പം നിത്യജീവിതത്തിലേക്ക് തീർത്ഥാടകരായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ തിരുനാൾ ഞങ്ങൾക്ക് പ്രത്യാശയും സമാധാനവും സ്നേഹവും സന്തോഷവും നൽകുന്ന അവസരമായി തീരട്ടെ.
ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകിക്കൊണ്ട് ഞങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടക നിലയിൽ അനേകരെ നിത്യതയിലേക്ക് നയിക്കുവാൻ ഉപകരണങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയുടെ സംരക്ഷണം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. നമ്മോടൊപ്പം എന്നും ജീവിക്കുന്ന ഈശോ നമുക്ക് സംരക്ഷണവും സമാധാനവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.